ഓക്കെ, നമ്മുടെ MOOCയുടെ കാര്യമാണ് നമുക്കിനി പറയാനുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ബിക്കോസ് നമുക്ക് ഇതിന് മുന്നുണ്ടായിരുന്ന ജനറൽ ഇൻഫോർമാറ്റിക്സ് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് അപ്ഡേഷൻസ് എന്ന പോലെ വന്നിട്ടുള്ള ഒരു സംഗതിയാണത്. അപ്പോൾ കുറച്ച് നിങ്ങളതൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഒരു SAക്കൊക്കെ നല്ല സ്കോപ്പ് ഉള്ളതാണ്. ഒന്നെങ്കിൽ ഓൺലൈൻ കോഴ്സസും MOOCകളും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അതല്ലെങ്കിൽ MOOC ഞാൻ സ്പീഡിൽ MOOC എന്ന് പറയും, നിർത്തി പറയുമ്പോൾ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ MOOCകളും ഓൺലൈൻ കോഴ്സുകളും തമ്മിലുള്ള ഡിഫറൻറ്റ് അല്ലെങ്കിൽ MOOCകളുടെ ഒരു ഡെഫിനിഷൻ ആ ഒരു തരത്തിലും ചോദിക്കാവുന്നതാണ്. സോ MOOCയുടെ ഫുൾ ഫോം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം എന്താണ് അതെന്നുള്ളത്, എന്നിട്ട് നമുക്ക് തുടങ്ങാം. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ഓക്കെ, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് അതെന്താണ്, മാസീവ് എന്താണ്, ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, ഇതിൻ്റെയൊക്കെ കുറച്ച് ഡെഫിനേഷൻസ് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഡിഫറൻസ്, ഓൺലൈൻ കോഴ്സുകളും മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇത് ഒരു വൈഡായിട്ട് ഞാൻ പറഞ്ഞു, അറ്റ് എ ടൈം ഒരുപാട് ആളുകൾക്ക് ഈ ഒരു കോഴ്സ് ആക്സെപ്റ്റ് ചെയ്യാം, ഒരുപാട് ആളുകൾക്ക് എൻറോൾമെൻറ്റ് ചെയ്യാം. അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട്. ഒരു ലിമിറ്റേഷൻസ് ഇല്ല. നമ്മുടെ ഒരു പെർട്ടിക്കുലർ അക്കാഡമിക്കൽ ഒരു കോഴ്സ് പോലെ ഇത്ര സീറ്റിലെ ഒരു വർഷം ആളിനെ എടുക്കുള്ളൂ എന്നുള്ള യാതൊരുവിധ പരിധികളും ഇതിലില്ല. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ലേണർ ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു ലേണർ സെൻട്രിക് ആയിട്ടാണ് ഇത് പോകുന്നത്. ലേണറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. അല്ലെങ്കിൽ അറ്റൻഡൻസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി എന്നോണം കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിലത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാം. It is offered for free and students of any age group called participate in the program. It works on an open network learning model. It enables participants to connect outside the traditional learning environment, thereby offering economy openness in acquiring knowledge. ഒന്നാമത്തെ കാര്യം, മുന്നേ പഠിച്ച പോയിന്റുകൾ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ, അവിടുന്ന് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ് പഠിക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഏത് ഏജ് ഗ്രൂപ്പുള്ളവർക്ക് വേണമെങ്കിലും ഈ ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതൊരു ഓപ്പൺ നെറ്റ്വർക്കിംഗ് മോഡലാണ്. ആർക്ക് വേണമെങ്കിലും അത് സെർച്ച് ചെയ്യാം, എനേബിൾ ചെയ്യാം, അതിൽ കയറാം. ഒരു ഓപ്പൺ നെറ്റ്വർക്കിംഗ് രീതിയിലാണ്. ഒരു ക്ലോസ്ഡ് സംവിധാനമൊന്നുമില്ല. ഇപ്പോൾ പേയ്മെന്റ് പേയ്മെന്റുള്ളവർക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം. ഒരു ഓപ്പൺ നെറ്റ്വർക്ക് മോഡലിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് എനേബിൾസ് പാർട്ടിസിപ്പൻസ് ടു കണക്ട് ഔട്ട്സൈഡ് ദ ട്രഡീഷണൽ ലേണിംഗ് എൻവയോൺമെന്റ്. പാരമ്പര്യമായിട്ട് നമ്മൾ പഠിച്ചു വരുന്ന അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു സിലബസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന ആ ക്ലാസ്സുകൾക്ക് പുറമെ ഒരു പുതിയൊരു ലേണിംഗ് എൻവയോൺമെന്റിലേക്ക് ആളുകളെ എത്തിക്കുന്നു. അതാണ് ഇതിന്റെ. അപ്പോൾ ഒരു ലേണിംഗ് എൻവയോൺമെന്റിലേക്ക് അവർ മൊത്തത്തിൽ അത് മാറ്റുന്നു. പണ്ടത്തെ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള മേ ബി ഇതൊരു തുടക്കമായിരിക്കാം, പല ഇത്തരം ഇൻട്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ ഇത്തരം സംഗതികളുടെ ഒരു തുടക്കമായിരിക്കാം. അപ്പോൾ അതാണ് ഇതിന്റെ മറ്റൊരു സംഗതി പറഞ്ഞത്. പിന്നെ thereby ഓഫറിങ് ഓട്ടോണമി ഓപ്പൺനെസ് ഇൻ അക്വയറിംഗ് നോളജ്. ഒരു നോളജിന് ഒരു ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന ഒരു ഗൈഡിന്റെയോ മറ്റോ ഒരു നിർദ്ദേശങ്ങളില്ലാതെ സ്വയം അത് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ന്യൂ മോഡേൺ അല്ലെങ്കിൽ ഒരു മോഡേൺ എറാ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലെയാണ് ഈ ഒരു സംഗതി. ഓക്കെ, സോ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ അതിൽ എഴുതണം, മുന്നേ പറഞ്ഞതിൻ്റെ ഒപ്പം എഴുതണം. പിന്നെ ഇതിൻ്റെ മറ്റു കുറച്ച് ഇതിനോട് ചേർന്നിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇനി പറയാനുള്ളത്. വിത്ത് ടൈം ആൻഡ് പ്ലേസ് ഫ്ലെക്സിബിലിറ്റി, MOOCs gather scholars and like-minded fellow learners around the globe. അതായത് ടൈമും പ്ലേസും അത് ഫ്ലെക്സിബിൾ ആണ്. എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ക്ലാസ് കേൾക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കോളേഴ്സ് ലൈക്ക് പീപ്പിൾസ് അല്ലെങ്കിൽ ലേൺ ചെയ്യണം, മോർ കാര്യങ്ങൾ അറിയണം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, അങ്ങനെ താല്പര്യമുള്ളവർ ഇത്തരം കോഴ്സുകൾക്ക് വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനത് നിങ്ങളോട് മുന്നേ ഡിസ്കസ് ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ചേച്ചി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു സ്റ്റുഡൻ്റ് ആണ്, ഏകദേശം നിങ്ങളുടെ പ്രായം കഴിഞ്ഞിട്ട് ഒരു PG പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആവുന്നു. അപ്പോൾ ആള് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ലേഡിയാണ്, ആള് ചെയ്തത്
ആളിപ്പോൾ എന്തോ കോഴ്സ് ചെയ്യുന്നു, PG കോഴ്സ് കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം സൈബർ സെക്യൂരിറ്റി, അങ്ങനെ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു 3-4 കോഴ്സുകളിൽ ഇങ്ങനത്തെ MOOCകൾ ചേർന്ന് പഠിച്ചിട്ട് ഒരു സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കിയതിൻ്റെ. ഐ തിങ്ക് 3 കോഴ്സുകളുണ്ട്. ഓഫീസ് സെക്രട്ടറിഷിപ്പ് പോലത്തെ എന്തൊരു കോഴ്സ്, പിന്നെ സൈബർ സെക്യൂരിറ്റിയുടെ എന്തൊരു കോഴ്സ്, അങ്ങനെ 3-4 കോഴ്സുകൾ ചേർന്നിട്ട് ഇതിന് സമയം കണ്ടെത്തിയ ആൾ പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കേഷൻ കയ്യിലാക്കി. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്, അതിലുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ അതിനായിട്ട് സമയം കണ്ടെത്തി അത് പഠിക്കുക ഉള്ള ഒരു മൈൻഡ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് ഇതിൽ ലാസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയപ്പോൾ പറഞ്ഞത്, ലൈക്ക് മൈൻഡഡ് ഫെല്ലോസ്, ഇതിനെ ഇഷ്ടപ്പെടുന്ന, ഇത് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകൾ, അത്തരം ആളുകളുടെ മാത്രമാണ് ഇവർ പ്രതീക്ഷിക്കുന്നുള്ളതല്ല. ആർക്കും വേണ്ടിയിട്ടാണ് ഈ ടൈം പാസിന് ചെയ്യുന്നവരുണ്ടാവും. അത്തരം ആളുകൾ മാത്രമേ അതിൽ വരുള്ളൂ, സമയം സ്പെൻഡ് ചെയ്തിട്ട് അതിൽ വരുള്ളൂ. അല്ലാത്തവർ അതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ പോലുമില്ല. ബിക്കോസ് ഓൺലൈൻ അല്ലെങ്കിൽ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സുകളുടെ പ്രത്യേകത, ഒരാൾ സ്വമേധയെ അത് ചേരുന്നുണ്ടെങ്കിൽ മിക്കവാറും അയാൾ അത് കംപ്ലീറ്റ് ആയിരിക്കും. ബിക്കോസ് ഇപ്പോൾ അതിൽ വേറെ അതിൻ്റെ സൈഡായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ക്യാമ്പസിൽ നമ്മൾ പോകുന്നു എന്ന് വിചാരിക്കുക, അവിടെ പഠിക്കുക എന്നുള്ളതിനപ്പുറം ഈ പറയുന്ന പോലെ നമുക്ക് പലതരത്തിലുള്ള ക്യാമ്പസ് എൻജോയ്മെൻറ്റ്, പലതരത്തിലുള്ള കാര്യങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒട്ടേറെ മറ്റു പല കാര്യങ്ങളും ഇഷ്ടപ്രകാരം നമ്മുടെ ക്യാമ്പസിലുണ്ടായിരിക്കും. ബട്ട് അപ്പോൾ പഠിപ്പ് എന്നുള്ളത് പിന്നിലേക്ക് പോകും. പക്ഷേ MOOCകളെ സംബന്ധിച്ച് അതിലത്തെ ഒരു കാര്യം, ഇത് നിങ്ങളൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നിങ്ങൾ മേക്ക് ചെയ്ത് എഴുതേണ്ടതാണ്. ലൈക്ക് മൈൻഡഡ് ഫെല്ലോസ് മാത്രമേ എന്നുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ദ ഓൺലി എയിം ഓറിയന്റഡ്, അല്ലെങ്കിൽ കറക്റ്റ് ദ മോസ്റ്റ് എപ്പിക് എയിം ഈസ് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ എന്നതാണ്. അല്ലാതെ അതിൽ വേറൊരു എന്റർടൈൻമെന്റോ അതിന്റെ സൈഡായിട്ട് വേറെ എന്തെങ്കിലും സംഗതികളോ ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഓൺലൈൻ ഓപ്പൺ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് വേറൊരു പോയിന്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്, വൈൽ ആക്സസ് ടു ദ കോഴ്സ് മെറ്റീരിയൽ ഈസ് ഫ്രീ, MOOC പ്ലാറ്റ്ഫോം പ്രൊവൈഡ്സ് ഓഫൺ ഓഫർ സർട്ടിഫിക്കറ്റ്സ് ഓഫ് കംപ്ലീഷൻ അറ്റ് എ കോസ്റ്റ്. അതായത് കോഴ്സ് മെറ്റീരിയൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ടെക്സ്റ്റ് പോലത്തെ അതിന് എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് വേറെ കോഴ്സ്, വേറെ കാശൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന സമയത്ത് കോഴ്സ് കംപ്ലീഷന് ശേഷം സർട്ടിഫിക്കേഷന് എന്തെങ്കിലും ഒരു കോസ്റ്റ് ഉണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ സർട്ടിഫിക്കേഷൻ ഒരു കോസ്റ്റ് ഉണ്ടായിരിക്കാം, ഒരു പണം വരാം. അതുവരെ അതിന് വേറൊരു പണച്ചെലവ്, മെറ്റീരിയൽ, സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും. ഓക്കെ, MOOC platform provides institutions with cloud-based hosting environments for delivering courses, offering scale and functionality, while the institution provides the course material and reputational value. ഇതിൽ 2 തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കാണാം. MOOC പ്ലാറ്റ്ഫോമുകൾ ഒരു ക്ലൗഡ് നെറ്റ്വർക്ക് ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ക്ലൗഡ് സംവിധാനങ്ങൾ നമുക്കറിയാം. സ്റ്റോറേജ്, നമുക്ക് നമ്മുടെ അടുത്തൊരു ഫിസിക്കൽ സ്റ്റോറേജ് വേണമെന്നില്ല. ക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് വേറെ എവിടെയെങ്കിലും, സെർവറും കാര്യങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലായിരിക്കും. സോ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം അതേപോലത്തെ എന്തെങ്കിലും വീഡിയോ ആപ്പുകൾ ഉണ്ടായിരിക്കാം, പലതരത്തിൽ അത് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അത്തരം എന്തെങ്കിലും ആപ്പുകൾ വഴി ഒരു ക്ലൗഡ് സ്റ്റോറേജ് വഴി, അപ്പോൾ ക്ലൗഡിലായിരിക്കും ഇവരുടെ റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുവഴി ആളുകൾക്ക് ഈ സേവനം നൽകുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു MOOC, ഇപ്പോൾ എനിക്കൊരു MOOC പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനൊരു MOOC ഇപ്പോൾ എന്തെങ്കിലും ഒരു പേരിൽ, എൻ്റെ ഒരു പേരിലൊരു MOOC പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഞാൻ നൽകുന്ന കോഴ്സുകൾ, എൻ്റെ സർട്ടിഫിക്കറ്റുകൾ അതല്ല അതിലുണ്ടായിരിക്കുക. മിക്കവാറും കാര്യങ്ങളിലുണ്ടാവുക, ഞാനൊരു MOOC പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പല കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ. ഓക്കെ, അല്ലാതെ ഉള്ളൊരു സംഗതിയല്ല. അത് നിങ്ങളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യരുത്. MOOC അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ, അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് എക്സാമ്പിൾ പഠിക്കാനുണ്ട്, കുറേ തരം പ്ലാറ്റ്ഫോമുകളുണ്ട്, കുറേ തരം അങ്ങനത്തെ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ. അതിലുണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു, അവരുടെ പഠിക്കാനുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം തന്നെ സർട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആ ഒരു പ്ലാറ്റ്ഫോമിന്, ഇപ്പോൾ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ഞാൻ നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അതിനായിട്ട് ക്ഷണിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ കയറി കാണാൻ സാധിക്കും. GTech എന്ന് പറയുന്നൊരു സാധനം, എക്സാമ്പിൾ പറയുകയാണ്, GTech എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ ലേണിംഗ് നടത്തുന്നു.
അപ്പോൾ എന്താ അക്കൗണ്ട്സ്, അപ്പോൾ ജിടെക്, അതിന് അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അതാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് മിക്കവാറും മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സുകളുടെ പ്ലാറ്റ്ഫോമുകൾ വർക്ക് ചെയ്യുന്നത്. ബിഹൈൻഡ് ദാറ്റ് അല്ലെങ്കിൽ അവർക്ക് ഒരു ഈ പറയുന്ന പോലെ ബാക്കപ്പ് എന്ന രീതിയിൽ പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കാം. അവരുടെ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ അവരായിരിക്കും ബാക്കി എഡ്യൂക്കേഷൻ ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ സപ്പോർട്ടും നൽകുന്നത്. ഓക്കെ, ദെൻ പിന്നെ ഇതിൽ നമുക്ക് പറയാനുള്ളത് MOOC പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്നാണ്. കോഴ്സെറ, എഡെക്സ്, ക്യാൻവാസ്, ഫ്യൂച്ചർ ലേൺ, ഇങ്ങനെ കുറച്ച് MOOC പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. കോഴ്സെറ, എഡെക്സ്, ക്യാൻവാസ്, ഫ്യൂച്ചർ ലേൺ. അപ്പോൾ ഇങ്ങനെ ഒരു 4 കാര്യങ്ങളാണ് ഒരു എക്സാമ്പിൾ തന്നേക്കുന്നത്. ഇതേപോലെ തന്നെ പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള MOOC പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ നിങ്ങൾ MOOCനെ പറ്റിയിട്ട് ഒരു എസ്സേ ചോദിക്കുമ്പോൾ ഈ പറയുന്ന പോലെ MOOC എന്താണെന്നുള്ളത് നമുക്ക് എഴുതാം. മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞത് അതിൻ്റെ പ്ലസ് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്ന അതിൻ്റെ ചെറിയൊരു ഡെഫിനേഷൻ എഴുതുക. പിന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ എഴുതുക. ഇതിന് ശേഷം മാത്രമേ ഫീച്ചേഴ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഒരു മാക്സിമം മാർക്കിൻ്റെ ഒരു എസ്സേ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോപ്പ് മാർക്കിൻ്റെ എസ്സേ ആണ് വന്നിരിക്കുന്നത് വെച്ചെങ്കിൽ ഈ ഒരു പാറ്റേണിൽ വേണം നിങ്ങൾ എഴുതാൻ. എന്നാലും നിങ്ങൾക്ക് അത് എഴുതാൻ ഇഷ്ടപ്രകാരം പോയിന്റ്സ് ഇപ്പം തന്നെ ആയി. ഓക്കെ, അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ എത്തേണ്ടത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഒരു 6 ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ, എഡ്യൂക്കേറ്റർ ഇൻവോൾവ്മെന്റ്. എഡ്യൂക്കേറ്ററിന്റെ ഇൻവോൾവ്മെന്റ് ആണ് ഇതിൽ ആദ്യത്തെ ഒരു കാര്യം. അപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സിന്റെ ഒരു കാര്യത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേറ്റർ ഇൻവോൾവ്മെന്റ് വളരെ കുറവാണ്. അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ്, തുടക്ക സ്റ്റേജിൽ ദർ ഈസ് പ്ലാനിങ് ഓഫ് ദ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ കോഴ്സിന്റെ ഒരു പ്ലാനിങ്, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു ഡിസൈനിങ്, അങ്ങനത്തെ കാര്യങ്ങളിൽ അവരുണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് തുടക്കത്തിൽ അവരുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു റണ്ണിങ് ടൈമിൽ അല്ലെങ്കിൽ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു അസസ്മെന്റോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കപ്പോ ഉണ്ടായിരിക്കില്ല. ബിക്കോസ് അത് ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ MOOCകളുടെ ഒരു ശൈലിയല്ല. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്നു, നമുക്കിപ്പോൾ നേരത്തെ ഇന്ററാക്ഷൻ ക്ലാസ് വെച്ച് പരീക്ഷകൾ വെക്കുന്നു, കുട്ടികൾ അസസ് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് നോക്കുന്നു. പക്ഷെ ഒരു MOOCനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ബാക്കപ്പിംഗ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സുകളോ ഫോർമാലിറ്റികളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. തുടക്കത്തിൽ അവരത് ചെയ്തു, MOOC പ്ലാറ്റ്ഫോമിന്റെ കമ്പനിയിൽ കൊടുത്തു, അവരത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പ്രത്യേകത. സോ എഡ്യൂക്കേറ്റർ ഇൻവോൾവ്മെന്റ് ഈസ് വെരി മിനിമം അറ്റ് ദ റണ്ണിങ് ടൈം, അറ്റ് ദ കോഴ്സ് ഡ്യൂറേഷൻ. Educators are more involved at the beginning stage of the design and the production of particular course. ആ ഒരു സിലബസ് അല്ലെങ്കിൽ ആ കോഴ്സ് അത് തുടങ്ങുന്ന ടൈമിലായിരിക്കും അവരുടെ ഏറ്റവും അധികം ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക. സെക്കൻഡ് വൺ, എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു MOOCകൾക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല, എത്ര കുട്ടികൾ വേണമെങ്കിലും അതിലുണ്ടാവാം. ഇപ്പൊ നമ്മുടെ നെറ്റിൽ ഇപ്പോൾ ഉള്ളൊരു ത്രെഡ് അല്ലെങ്കിൽ ഫോറം എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഏതെങ്കിലും ഒരു കാര്യം അതിൻ്റെ ഒരു ത്രെഡ് എന്തെങ്കിലും ഒരു സംഗതി വന്ന് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ Team PHP എന്ന് പറയുന്ന സൈറ്റിലൊക്കെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പഴയ വെഹിക്കിളിൽ ഒരു ത്രെഡ് ഇട്ട് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു, ഫോറത്തിൽ ഡിസ്കസ് ചെയ്യും, ത്രെഡുകൾ അല്ലെങ്കിൽ അതിലുപോലെ ഈ കമന്റ്സ് പോലെ വന്നുകൊണ്ടിരിക്കും. സോ ലൈക്ക് ദാറ്റ് MOOCകളുടെ ഒരു ഗുണം അതാണ്. വളരെ ബൾക്കായിട്ട് ഇത്രയധികം ആളുകളെ എൻഗേജ് ചെയ്യുന്ന സ്ഥിതിക്ക് അതിൽ സമയം സ്പെൻഡ് ചെയ്യുന്നവർക്ക് അതിൽ വെച്ച് തന്നെ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുക അല്ലെങ്കിൽ സംശയങ്ങൾ തീർപ്പാക്കാനുള്ള പല വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അതാണ് സ്റ്റുഡൻസ് വിയർ ഡിസ്കഷൻ ഫോറംസ്. പലതിനായിട്ട് ഡിസ്കഷൻ ഫോറങ്ങൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട് പല സബ്ജക്റ്റുകൾക്കുള്ളത്. ആ ഡിസ്കഷൻ ഫോറങ്ങൾ വഴി കുട്ടികൾക്ക് പരസ്പരം ഇന്ററാക്ട് ചെയ്ത് മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരസ്പരം ഇന്ററാക്ട് ചെയ്ത് മിങ്കിൾ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും കാര്യങ്ങൾ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ച ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടാകും. ആൻഡ് തേർഡ് വൺ ഈസ് റീവാച്ചബിൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വീണ്ടും വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് എടുത്ത് വീണ്ടും വാച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം MOOCകളിലുണ്ട്. ഒരിക്കൽ നമ്മൾ കണ്ടു, നമുക്കതിന് ഒന്നും കൂടി ലേൺ ചെയ്യണം, ഫർദർ 2-3 പ്രാവശ്യം കൂടി കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും കൂടി നമ്മുടെ ഈ MOOCകളിലുണ്ട്. ആൻഡ് ഫോർത്ത് വൺ ഈസ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസ് വരുന്നത് ഞാൻ പറഞ്ഞു നമ്മളതൊരു പ്രത്യേക പോയിന്റാണ്. ഞാനൊരു ഫീച്ചേഴ്സ് പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ എസ്സേ
പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം എടുത്തെഴുതിയോണ്ട് ഒരു കുഴപ്പമില്ല. ഒരു ലാർജ് സ്കെയിലിൽ അല്ലെങ്കിൽ അത്ര വലിയ ഒരു ബൾക്ക് ഓഫ് സ്റ്റുഡൻസ് ഒരുമിച്ച് വന്നാലും അതൊരു പ്രോബ്ലം ഉള്ള ഒരു കാര്യമല്ല. അവർക്ക് ഈസി ആയിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. സോ അങ്ങനെ വലിയ രീതിയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ആക്സസ് ചെയ്യാൻ MOOCകൾക്ക് കഴിയുന്നു. ഓക്കെ. ദെൻ അസസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ വേറൊരു തരത്തിൽ കാണരുത്. ആ കോഴ്സ് നടത്തുന്ന നമ്മൾ നേരത്തെ കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ അസസ്മെന്റ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതായത് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടോ എന്നുള്ളൊരു അസസ്മെന്റ്, ഒരു ചെക്കിങ് അതിലുണ്ടായിരിക്കില്ല. മറിച്ച് ലേണേഴ്സിനുള്ളൊരു ഫീഡ്ബാക്ക്, പഠിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണോ, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്ലാരിറ്റി വേണോ, ഓക്കെ, അതൊക്കെ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ്, ഫീഡ്ബാക്ക്, അതേപോലെ ഇൻ വീഡിയോ കൺസെപ്റ്റ് ചെക്ക് ക്വസ്റ്റ്യൻസ്, അതൊക്കെ അതിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചെറിയൊരു ടെസ്റ്റ് പോലെ ഓൾറെഡി നടത്തുന്നുണ്ടായിരിക്കും. ബട്ട് ആ ടെസ്റ്റ് പാസ്സാവാത്തവർക്ക് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് വേറൊരു കാര്യമില്ല. അതൊക്കെ ലേണറിന്റെ ഒരു ഇഷ്ടമാണ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണോ, അത് ചൂസ് ചെയ്യണോ എന്നുള്ളതൊക്കെ. അതിനുള്ള ഒരു അസസ്മെന്റ് സംവിധാനം കൂടി അതിൽ ചെയ്യുന്നുണ്ട്. ഒരു അസസ്മെന്റ് അത്ര ഒരു സ്റ്റുഡൻസ് അസസ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൂടി അതിൽ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഒരു ലേണറുടെ ഇഷ്ടമാണ്. വെദർ ഇഫ് വി വാണ്ട് ടു ചൂസ്, നമുക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം, അതർവൈസ് ലീവ് ഇറ്റ്. അപ്പോൾ അതിനെയാണ് നമ്മൾ അസസബിൾ എന്ന് പറയുന്നത്. ദെൻ 6th one ഈസ് കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ടൈം പ്ലേസിന്റെ കാര്യം, അതിനെ തന്നെ റിലേറ്റ് ചെയ്തിട്ട് മറ്റൊരു കാര്യം. അതായത് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എപ്പോൾ വേണമെങ്കിലും കോഴ്സ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതിനെയാണ് ഇവിടെ ഈ പറയുന്ന കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ എപ്പോഴാണ് നമുക്ക് വാച്ച് ചെയ്യാൻ കോഴ്സിൻ്റെ ഇത്രാമത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്, ആ ക്ലാസ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ പഠിക്കാനായിട്ട് സാധിക്കും. സോ ഡിഫറൻസസ് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ഓൺലൈൻ കോഴ്സസും MOOCകളും തമ്മിൽ. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാറ്റഗറീസ് ഓഫ് MOOCs. MOOCകൾ എത്ര തരത്തിലുണ്ട്, അത് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗറിയിൽ തന്നെ നമ്മൾ അത് ഗ്രൂപ്പ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ഔട്ട്വാർഡ് ഫേസിങ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്, MOOCകൾ ഔട്ട്വാർഡ് ഫേസിങ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ദെൻ ഇൻവേർഡ് ഫേസിങ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഔട്ട്വാർഡ് ഫേസിങ്ങും ഇൻവേർഡ് ഫേസിങ്ങും രണ്ട് തരത്തിലാണ് അവർ പറയുന്നത്. ഔട്ട്വേർഡ് ഫേസിങ്, ഇൻവേർഡ് ഫേസിങ്ങുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള MOOCകളുണ്ട്. ആ കാറ്റഗറിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഔട്ട്വേർഡ് ഫേസിങ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടീച്ചിങ് ഷോക്കേസ് എന്ന് പറയുന്നത് MOOCകളുണ്ട്. അതൊരു ഔട്ട്വേർഡ് ഫേസിങ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ഔട്ട്വേർഡ് ഫേസിങ്, അല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജനറൽ ഇൻട്രസ്റ്റ് കോഴ്സ് ഇൻ വിച്ച് ആൻ ഇല്ലസ്ട്രേഷൻസ് ടീച്ചിങ് ഈസ് ഷോക്കേസ്ഡ് with the aim of raising the appeal or reputation of the institution. ഒരു ജനറൽ ഇൻട്രസ്റ്റ് കോഴ്സ് ആയിരിക്കും. ആളുകൾ സാധാരണയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു കോഴ്സ് ആയിരിക്കാം. ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ ഇപ്പോൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അതേപോലത്തെ എന്തെങ്കിലും കോഴ്സുകൾ, അതിൽ ഒരു ടീച്ചിങ് ഷോക്കേസ് അതിലുണ്ടായിരിക്കും. ഈ പറയുന്ന പോലെ ഒരാൾ വന്നിട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോയിൽ ഒരാൾ വന്ന് എന്തെങ്കിലും സംതിങ് ക്ലാസ്സുകളെ പറ്റി സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിലുണ്ടാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് കമ്പനിയുടെ പ്രമോഷൻ കൂടി അവർ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അതാണ് അതിന്റെ ഒരു ഫാക്ട്. സോ അവര് ആ ഒരു പെർട്ടിക്കുലർ ആ ഓൺലൈൻ കോഴ്സ് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ ഒരു പ്രമോഷൻ അല്ലെങ്കിൽ അവർക്കൊരു ഹൈപ്പ് കിട്ടാവുന്ന രീതിയിലായിരിക്കും ആ ക്ലാസ് സെറ്റ് ചെയ്യുക. അതിനാണ് ഔട്ട്വേർഡ് ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, MOOCകളിൽ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞു ഫ്രീ ആണ്, അങ്ങനത്തെ കുറേ നിർബന്ധങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഫർദർ അവർക്ക് അതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ക്ലാസ് പ്രസന്റ് ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പൊ എക്സാമ്പിൾ പറയട്ടെ, വെറും എക്സാമ്പിളാണ്, നിങ്ങൾ ഇത് എന്നിട്ട് അവരോട് ചോദിക്കരുത്. നമ്മുടെ ഇപ്പൊ എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ GTech അല്ലെങ്കിൽ അവർ ആരുടെയെങ്കിലും ഒരു ക്ലാസ് നമ്മൾ കൊണ്ടുവരുന്നു, ഏതെങ്കിലും ഒരു കോഴ്സിന്റെ ക്ലാസ് നമ്മൾ കൊണ്ടുവരുന്നു. ആ ക്ലാസ് കൊണ്ടുവന്നതിന് ശേഷം അവർ അതിൽ ജസ്റ്റ് സ്ലൈഡ്സ് അല്ലെങ്കിൽ ഓഡിയോ വരുന്നതിന് പകരം ഒരു ടീച്ചർ അതിൽ വന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും.
അവരുടെ ഒരു സ്റ്റാഫ് ആയിരിക്കാം. പക്ഷെ ആ ഒരു ടീച്ചിങ്ങിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ ഒരു അഡ്വർടൈസ്മെന്റ് പോലെ കൂടി അവർ ഉദ്ദേശിക്കുന്നു. അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചാൽ ഒരു പ്രമോഷൻ പോലെ കൂടി അവർ ഉദ്ദേശിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഓൺലൈൻ കോഴ്സുകൾ രണ്ടു കൂട്ടർക്ക് എങ്ങനെ ഫലവത്താക്കും, അപ്പോൾ കുട്ടികൾക്ക് ഓക്കെ ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ അതിൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഫെയിം നേടിയെടുക്കാമെന്നും കൂടി അതിൽ ചിന്തിക്കുന്നത്. അതാണ് ടീച്ചിങ് ഷോക്കേസ്. അപ്പോൾ അതൊരു ഔട്ട്വേർഡ് ഫോക്കസിംഗ് ആണ്. അതിന്റെ തന്നെ മറ്റൊരു ഭാഗമാണ് റിസർച്ച് ഷോക്കേസ് എന്ന് പറയുന്നത്. എയിംഡ് അറ്റ് റേസിംഗ് ദ അപ്പീൽ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എ സെന്റർ ഫോർ റിസർച്ച് എക്സലൻസ്. അതായത് റിസർച്ച് ഷോക്കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് അങ്ങനത്തെ ഉള്ളൊരു സംഗതിയാണെന്ന് വിചാരിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് വിചാരിക്കും. അപ്പൊ അവരുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആളുകൾ വരാനായിട്ട് ഒരു പ്രിലിംസ് കോഴ്സ് നടത്തുന്നു. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അപ്പൊ അതേപോലത്തെ ഒരു സംഗതിയാണ് റിസർച്ച് ഷോക്കേസ് എന്ന് പറയുന്നത്. ഫർദർ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ആളുകൾ വരാൻ, അല്ലെങ്കിൽ ആളുകൾക്ക് അതിനെപ്പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുന്ന പോലത്തെ ഒരു പ്രിലിംസ് കോഴ്സ്, അതായിരിക്കും നമ്മുടെ റിസർച്ച് ഷോക്കേസിൽ ഉണ്ടായിരിക്കും. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ്, അപ്പൊ അത് രണ്ടുമാണ് ഔട്ട്വേർഡ് ഫോക്കസിങ്. ഇനി ഇൻവേർഡ് ഫോക്കസിങ് എന്തൊക്കെയാന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ഈസ് ഗേറ്റ്വേ സ്കിൽസ്. ഗേറ്റ്വേ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UG സ്റ്റുഡൻസിനെ, പ്രധാനമായിട്ടും ഡിഗ്രി പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് പ്രിപ്പയറിംഗ് അൺസ്കില്ലിംഗ് പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസ് ഫോർ എ പർട്ടിക്കുലർ ഏരിയ ഓഫ് സ്റ്റഡി. അതായത് ഡിഗ്രി കഴിഞ്ഞു അവർക്ക് എന്തെങ്കിലും ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ പോകണം. ഇപ്പൊ നമ്മുടെ BCom ചെയ്യുന്നവർക്ക് തന്നെ CMA അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് പോകണമെങ്കിൽ CMA ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ UGയുടെ ഒപ്പം അതിനെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ പാഠഭാഗങ്ങൾ അത് നമുക്ക് ഇതിന്റെ ഒപ്പം ഡിഗ്രി ചെയ്യുന്നവർക്ക് അതിന്റെ ഒപ്പം തന്നെ പഠിക്കാനുള്ള ഒരു സംവിധാനം ഓൺലൈനായിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്ന MOOCകളിലൂടെ. അതിനെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇൻവേർഡ് ഫോക്കസിലെ ഫസ്റ്റ് കാര്യം, ഗേറ്റ്വേ സ്കിൽസ്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ ബേസിക്കൽ, അതിന്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, അങ്ങനത്തെ ചെറിയ ചെറിയ അതിന്റെ ബേസ്മെന്റ് ഇട്ട് പോകാവുന്ന കാര്യങ്ങൾ, അതിനെ നമ്മൾ ഗേറ്റ്വേ സ്കിൽസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അത് പ്രധാനമായിട്ട് UG സ്റ്റുഡൻസിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞ പിന്നെയുള്ള ഗ്രാജുവേറ്റ് ലിറ്ററസി. അതിലൊരു കാര്യം, ഗേറ്റ്വേ സ്കിൽസിലൊരു കാര്യം, ഇവർക്ക് സ്പെഷ്യലൈസേഷൻ എന്തിനാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ BCom അല്ലെങ്കിൽ BBA പഠിക്കുന്ന ഒരു കുട്ടി അവർക്ക് MBA ചെയ്യണം. അപ്പോൾ അവർക്ക് MBA ഫിനാൻസ് അല്ലെങ്കിൽ MBA മാർക്കറ്റിംഗ് അല്ലെങ്കിൽ MBA കമ്പ്യൂട്ടർ IT. അപ്പൊ അതിന് ഏതെങ്കിലും പറ്റിയിട്ട് ഒരു ബിൽഡപ്പ് പോലെ എന്തെങ്കിലും ഒരു കോഴ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതിലാണെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ച് അവർക്ക് വേണ്ട ഒരു ബേസിക് ക്ലാസ്സുകൾ ഇതിന്റെ ഒപ്പം നൽകി പോരുക. ഡിഗ്രിയുടെ ഒപ്പം തന്നെ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ തന്നെ മറ്റൊരു ഇൻവേർഡ് ഫോക്കസിന്റെ മറ്റൊരു കാര്യമാണ് ഗ്രാജുവേറ്റ് ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രാജുവേറ്റ് ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് സ്റ്റുഡൻസ് എൻറ്ററിംഗ് PG ലെവൽ ഓഫ് സ്റ്റഡി with opportunity to develop necessary skills such as proposal writing, research methods, statistical analysis. അതായത് ഗ്രാജുവേറ്റ് ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ UG സ്റ്റുഡൻസ് ഉള്ളതാണ് നമ്മൾ പറഞ്ഞത് ഗേറ്റ്വേ സ്കിൽസ്. ഗ്രാജുവേറ്റ് ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ആ PGക്ക് ആവശ്യമായിട്ട് കുറച്ചും കൂടി റിയൽ ലൈഫ് ആയിട്ടുള്ള ഇപ്പൊ പ്രൊജക്ട് റിപ്പോർട്ടുകൾ, അതിനൊക്കെയാണ് ഇവിടെ സ്റ്റാറ്റിക്കൽ ഡാറ്റ, റിസർച്ച് മെത്തേഡ്സ്, പ്രപ്പോസൽ റൈറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന തരം കോഴ്സുകൾ. PG പഠിക്കുന്നവർക്ക് അവരുടെ ആ ഒരു PG സബ്ജക്ട് എന്തായാലും ഗേറ്റ്വേ സ്കില്ലും ഡിഗ്രിയും കഴിഞ്ഞിട്ട് അവരൊരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും, ഒരു സ്പെസിഫിക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കും. സച്ച് ആസ് MBA മാർക്കറ്റിംഗ് എന്ന് വിചാരിക്കും. അപ്പൊ MBA മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്ക് MBA മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള പ്രൊജക്ടിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സ്റ്റാറ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, പ്രൊജക്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എക്സ്ട്രാ ആയിട്ട് ആ സിലബസിൽ ഒന്നും കൂടി സ്റ്റഡി ചെയ്യാനായിട്ട് വരുന്ന കാര്യങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യാണ് ഗ്രാജുവേറ്റ് ലിറ്ററസിയുടെ ലക്ഷ്യം. പിന്നെ നമ്മൾ പറഞ്ഞത് ഫോർത്ത് വണ്ണാണ് പ്രൊഫഷണൽ ഷോക്കേസ്. പ്രൊഫഷണൽ ഷോക്കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. അതായത് പ്രൊഫഷണലായിട്ട് ആർക്ക് വേണമെങ്കിലും ഏത് കോഴ്സുകളും ചെയ്യാം, അതിനെ പറ്റിയിട്ട് ഒരു സർട്ടിഫിക്കേഷൻ അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് ഒരു പ്യുവർ MOOCയുടെ ഒരു ഫോമായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് കാണാനായിട്ട് സാധിക്കും. ഇൻവേർഡ് ഫോക്കസുകൾ എന്ന് പറഞ്ഞ 3 പോയിന്റുകൾ എപ്പോഴും സ്റ്റുഡന്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫുള്ളി ലേണർ സപ്പോർട്ടായിരിക്കും.
ഔട്ട്വേർഡ് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ചൊക്കെ ഒരു കമ്പനിയുടെ ഓർഗനൈസേഷൻ്റെ ഒരു താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും, അവരുടെ ഒരു ഫെയിം, ഹൈപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രമോഷൻ, അതൊക്കെ അതിൻ്റെ സൈഡായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ കമ്പനികൾക്ക് മെച്ചമുള്ള അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് മെച്ചമുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അതിന് ഔട്ട്വേർഡ് ഫോക്കസിങ് എന്നും, സ്റ്റുഡൻസിനാണ് അതിൽ കൂടുതൽ പ്രത്യേകത എങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് അത്തരം കാര്യങ്ങൾക്കാണ് അതിനെ ഇൻവേർഡ് ഫോക്കസിങ് എന്ന് പറയുന്നു. സോ അത് രണ്ടും തെറ്റിപ്പോവാതിരിക്കുക. ഇനി MOOC ടൈപ്പ് കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. ഫസ്റ്റ് വൺ OBC, ഓപ്പൺ ബൗണ്ടറി കോഴ്സ്. അതായത് ഓപ്പൺ ബൗണ്ടറി കോഴ്സ് എന്ന് പറഞ്ഞാൽ, ഓപ്പൺ ബൗണ്ടറി കോഴ്സ് അല്ലെങ്കിൽ OBC കോഴ്സ്, MOOCകളിലെ OBC കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് റെഗുലർ ആയിട്ട് കുട്ടികൾ എങ്ങനെയാണോ ക്ലാസ്സിലേക്ക് വന്ന് പഠിക്കുന്നത് അതേ ലെവലിൽ തന്നെയുള്ള എൻറോൾമെന്റ് കാര്യങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് നൽകുന്നു. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഇവിടെ OBC എന്ന് പറയുന്നത്, ഓപ്പൺ ബൗണ്ടറി കോഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് SPOC, സ്മോൾ പ്രൈവറ്റ് ഓൺലൈൻ കോഴ്സ്. ചെറുകിട കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ എല്ലാതും അതിൽ പെടുന്നു. പിന്നെ മാസീവ് ഓൺലൈൻ കോഴ്സ്, അത് രണ്ടും വേറെ ഡെഫിനേഷനൊന്നും നമുക്കില്ല. ദെൻ അത് കഴിഞ്ഞ ഫോർത്ത് വൺ ഈസ് റാപ്പിഡ് MOOC. ഈ റാപ്പിഡ് MOOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേകതയുണ്ട്. റാപ്പിഡ് അതിൽ തന്നെ പേരിൽ തന്നെ വ്യക്തമാക്കുന്നു. അതായത് റാപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചില കോളേജുകളൊക്കെ ഇപ്പോൾ CMA വിത്ത് BCom എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നു. സോ ലൈക്ക് ദാറ്റ് ആ കോഴ്സിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന എക്സ്ട്രാ ക്ലാസ്സുകൾ. ഓക്കെ, ഇപ്പോൾ റെഡ് ഹാറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്കിന്റെ കോഴ്സ് പഠിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് CCNA എന്ന് പറയുന്ന നെറ്റ്വർക്കിന്റെ തന്നെ മറ്റു കോഴ്സുകളുടെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ക്ലാസ്സുകൾ കിട്ടുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സിനെ പിൻപറ്റിയിട്ട് അല്ലെങ്കിൽ അതിന്റെ സൈഡ് പോലെ കുട്ടികളുടെ നിന്ന് ഓൾറെഡി മെയിൻ കോഴ്സ് ചെയ്യുന്ന ആളുകൾ അതിന്റെ പണം വാങ്ങിയിട്ടുണ്ടാവും. അതിന്റെ അപ്പോൾ മെയിൻ കോഴ്സിന്റെ ഒപ്പം തന്നെ ഇതും കൂടി സൈഡായിട്ട് പഠിക്കേണ്ടി വരുന്ന ഒരു സംഗതി, അതിനാണ് റാപ്പിഡ് MOOCകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് 4 MOOC ടൈപ്പ് കോഴ്സസ്. MOOC ടൈപ്പിലുള്ള കോഴ്സുകൾ എന്ന് വെച്ചാൽ OBC, SPOC, MOOC, then rapid MOOC. Okay, then concerns about MOOC. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു എന്താ പറയാ, ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ അതിൽ പരിഗണിക്കേണ്ട അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അത്തരം കൺസേൺസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഫോംസ് ഓഫ് സർട്ടിഫിക്കേഷൻ. സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മിക്കവാറും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഓൺലൈൻ കോഴ്സ് ആയ കാരണം നമ്മൾ നേരിട്ടിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല. സോ ഡിജിറ്റൽ സർട്ടിഫിക്കേഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുക. സോ അതിലുണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ സം ലാക്ക് ഓഫ് സർട്ടിഫിക്കേഷൻ ഓർ ദ എമർജന്റ് നേച്ചർ ഓഫ് ന്യൂ ഫോംസ് ഓഫ് സർട്ടിഫിക്കേഷൻ മേ ബി കൺസേൺ. അതായത് എമർജന്റ് നേച്ചർ, അതായത് പുതിയ സർട്ടിഫിക്കേഷന് പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ എമേർജിങ് ടൈപ്പിലുള്ള സർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ മറ്റേത് മുന്നേ കൊടുത്തിരുന്ന സർട്ടിഫിക്കറ്റ് വേറൊരു തരം. അപ്പോൾ അതിലുണ്ടാവുന്ന ചില വ്യത്യാസങ്ങൾ, അപ്ഡേഷൻസിനനുസരിച്ച് നമ്മൾ പുതിയ കാലഘട്ടങ്ങൾക്കനുസരിച്ച് പുതിയ പരിഷ്കരിച്ച സർട്ടിഫിക്കറ്റുകൾ, പഴയത് കാലഹരണപ്പെട്ട് പോയ സർട്ടിഫിക്കറ്റുകൾ, അതിലത്തെ പല കാര്യങ്ങളും അങ്ങനെ ചില വ്യത്യാസങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് അപ്പോൾ ഉള്ള രീതിയിലുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ നൽകുക. പക്ഷെ അതൊരു കാലം കഴിഞ്ഞാൽ, പിറ്റത്തെ കൊല്ലം കഴിഞ്ഞാൽ മേ ബി ആ തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ആയിരിക്കണം എന്നില്ല. മേ ബി അത് ഹാർഡ് അല്ലെങ്കിൽ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടെക്നോളജി ബേസ് ചെയ്തിട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ അതിൽ വരാം. അപ്പോൾ സർട്ടിഫിക്കേഷൻസ് തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കില്ല, അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. പല കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും. പല കാലഘട്ടം എന്ന് വെച്ചാൽ ഈവൻ വിത്തിൻ 1 ഇയറിലൊക്കെ ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ വരാം. ഓക്കെ, ഓൺലൈൻ കോഴ്സുകളുടെ കാര്യമായ കാരണം. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡിജിറ്റൽ ആൻഡ് ക്രിട്ടിക്കൽ ലിറ്ററസി. ഡിജിറ്റൽ ആൻഡ് ക്രിട്ടിക്കൽ ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്ന ആളുകൾക്ക്, അതായത് MOOCകളിൽ ചേർന്ന് പഠിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഡിജിറ്റൽ മേഖലയിലെ അറിവ് വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ അതില്ലാത്തവർക്ക് ഈ പറയുന്ന പോലെ നേടിയെടുക്കാൻ പറ്റുന്നില്ല ഒരു സ്കില്ല്, അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയിലുള്ള ഒരു സ്കില്ല്, അല്ലെങ്കിൽ അതിലുള്ള ഒരു കോമ്പറ്റീഷൻ പവർ, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു ഡിജിറ്റൽ ലിറ്ററസി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലിറ്ററസിയുടെ പ്രോബ്ലം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് കണക്ടിവിറ്റി.
കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ MOOCകൾ ഓൺലൈനായിട്ട് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ നമുക്കതിൽ നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ഇതൊന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല. ആൻഡ് ഫോർത്ത് വൺ ഈസ് ലാംഗ്വേജ്. MOOC are delivered primarily in English, although globally language specific platforms are emerging. അപ്പോൾ ലാംഗ്വേജ് നമുക്ക് ഭാഷ ഒരു പ്രശ്നമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺലി സാധാരണയായിട്ട് നമ്മൾ MOOCകൾ ഇംഗ്ലീഷിലാണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞു ഒരേ സമയം പല ആളുകൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. സോ അത് ഇംഗ്ലീഷ് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന നിലയ്ക്ക് ഇംഗ്ലീഷിലാണ് അത് ക്ലാസ്സുകൾ നടക്കുന്നത്. സോ അതിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷ് അല്ലാതെ നമുക്ക് MOOCകൾ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് കോപ്പിറൈറ്റ്. MOOC ആർ ദ അതർ ഓൺലൈൻ കോഴ്സസ് ചേഞ്ച് ദ റൂൾസ് ഓഫ് എൻഗേജിങ് വിത്ത് കോപ്പിറൈറ്റ് ഇൻ ന്യൂമറസ് വേ. അത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഉണ്ടായിരിക്കും എന്തായാലും MOOCകൾക്ക്. ഈ പറയുന്ന പോലെ ആരെങ്കിലും അത് മിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അവർക്ക് നിയമപരമായിട്ട് നടപടി എടുക്കാൻ പറ്റും. കോപ്പിറൈറ്റ് ഇഷ്യൂസിനെ പറ്റിയിട്ട് അതാണ് പറയുന്നത്. ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് MOOC പ്ലാറ്റ്ഫോമുകൾ എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ MOOCകൾ നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൽ കുറെയൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഉള്ളത് എന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുമ്പോൾ MOOC പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായിരിക്കും നമ്മൾ ആദ്യം പഠിക്കുക. പക്ഷെ ഒരു MOOC എന്ന നിലയ്ക്ക് ഒരു ഈ കണ്ടന്റ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ ശിഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരിൽ +1 +2 സ്റ്റുഡൻസിന് CBSEയുടെ +1 +2 സ്റ്റാൻഡേർഡിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആ ക്ലാസ്സുകൾക്കൊക്കെ ആയിട്ട് CBSE ശിഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി. ഓക്കെ, അതുപോലെ സാധാരണ സ്കൂളുകളിലത്തെ കുട്ടികൾക്ക് വേണ്ടി വിദ്യാവാഹിനി എന്ന് പറയുന്ന വേറൊരു MOOC കോഴ്സുകൾ. അപ്പോൾ ഇത് രണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു സപ്പോർട്ടിങ് കോഴ്സ് പോലെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെ നമുക്കിതിൽ എന്തിലും ഉൾപ്പെടുത്താം. അത് നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഇതൊരു ഇൻവേർട്ട് കോഴ്സ് ആയിരിക്കും, അതൊരു ഔട്ട്വേർഡ് കോഴ്സ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കുക. ഇത് ഒരിക്കലും ഒരു ഇൻവേർട്ട് കോഴ്സ് ആയിരിക്കില്ല, ഇതൊരു ഔട്ട്വേർഡ് കോഴ്സ് ആയിരിക്കും. ബിക്കോസ് ഇത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ CBSE അല്ലെങ്കിൽ ആ സ്കൂൾസിന്റെ അത്രയും കൺട്രോളിംഗ് ബോർഡായിട്ട് ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ഇതിലപ്പോൾ ഒരു സ്കൂളിന് അല്ലെങ്കിൽ ഒരു ബോർഡിന് അല്ലെങ്കിൽ വേറെ ആരുടെയും ഒരു ഫോക്കസിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ ഒരു അഡ്വാൻറ്റേജ് അവർ അങ്ങനെ എടുക്കുന്നില്ല. മറിച്ച് ഫുള്ളി സ്റ്റുഡൻസ് ഓറിയന്റഡ് ആയിട്ടാണ്. സോ അതൊരു ഇൻവേർട്ട് കോഴ്സ് ആയിരിക്കും. ദെൻ അതൊരു ഗേറ്റ് വേ സ്കിൽ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലിറ്ററസി ആ പറയുന്ന ഒരു രീതിയിൽ അത് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ അത് ചെയ്യുന്ന ഓർഗനൈസേഷന് വേറൊരു ഫെയിമിന്റെ താല്പര്യമില്ല, മറിച്ചൊരു MOOC കൺസെപ്റ്റ് കുട്ടികളെ സഹായിക്കുന്നു. അപ്പോൾ ഒരു ഗേറ്റ് വേ സ്കിൽ എന്നുള്ള രീതിയിലുള്ള ഇതിനായിട്ട് നമുക്ക് ആ ശിഷ്യ അല്ലെങ്കിൽ വിദ്യാവാഹിനി എന്ന് പറയുന്നതിന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. വിദ്യാവാഹിനി എന്ന് പറഞ്ഞ IT കരിക്കുലാണ് അതിൽ മെയിനായിട്ട് അവരുടെ സിലബസിൽ വരുന്നത് എന്ന് പറഞ്ഞു. Then most of these initiatives started with establishing dedicated department to make education reachable to many learners as much as possible. Some of the common programs in direction are അല്ലെങ്കിൽ ഇതിന് ഈ ഇത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ EARNET, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക്, കണക്ടിങ് വേരിയസ് കോളേജസ് ആൻഡ് സ്കൂൾസ് ബൈ പ്രൊവൈഡിങ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി. അപ്പോൾ പലതരത്തിലുള്ള കോളേജുകൾ സ്കൂളുകളെ ടുഗദർ കണക്ട് ചെയ്തിട്ട് ഒരു ക്ലബ് ആക്കുന്ന രീതിയിൽ EARNET, ERNET, എഡ്യൂക്കേഷൻ ആൻഡ് റിസോഴ്സ് നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ പേര്. അത്തരത്തിലുള്ളൊരു പദ്ധതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓൺലൈൻ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. MOOCകൾ ഈ പറയുന്ന പോലെ ഗേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലിറ്ററസി പോലെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് വഴി എല്ലാവർക്കും അത് ഈസി ആയിട്ട് അവൈലബിൾ ആക്കാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുന്നേ ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ് EARNET, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് EDUSAT. അത് മുന്നേ ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇന്ത്യ വിക്ഷേപിച്ചൊരു സാറ്റലൈറ്റ് ആയിരുന്നു EDUSAT. ഫർദർ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് അങ്ങനത്തെ ആവശ്യങ്ങൾ വൈഡ്ലി അല്ലെങ്കിൽ സ്പീഡായിട്ട് നടക്കാനൊക്കെ ആയിട്ടാണ് നമ്മുടെ EDUSAT അന്ന് നമ്മുടെ ഇന്ത്യ വിട്ടത്. ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടുള്ളതാണ്. ആൻഡ് തേർഡ് വൺ ഈസ് കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, CEC.
CEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് സംഗതികൾ ഇപ്പോൾ നമുക്ക് നല്ല ഫലവത്തായിട്ട് നടക്കുന്ന ഒരു കാലമാണ്. കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ദ പവർ ഓഫ് ടെലിവിഷൻ ടു ആക്ട് ആസ് മീൻസ് ഓഫ് എഡ്യൂക്കേഷണൽ നോളജ് ഡിസെമിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷന്റെ യൂസേജ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ ഇപ്പം നമ്മുടെ TV നോക്കിയ വിക്ടേഴ്സ് ചാനലിൽ കുട്ടികളുടെ ക്ലാസ് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഈ CECയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം വരുന്നൊരു സംഗതിയാണ്. സോ അത് ഇന്നത്തെ കാലത്ത് സ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ പറയുന്ന നമ്മുടെ CEC അഥവാ കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഗതി. കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, അത് നേരെ തിരിച്ച് തെറ്റിപ്പോകരുത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ഇൻഫ്ലിപ്നെറ്റ്, അത് ശരിക്കും കഴിഞ്ഞ സിലബസ് അല്ലെങ്കിൽ കഴിഞ്ഞ സിലബസുകളിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാണ്ടായിരുന്ന ഒരു സംഗതിയാണ്. 3rd സെമ്മിൽ പഠിക്കാണ്ടായിരുന്ന ഒരു സംഗതിയാണ്. അതിന്റെ ഫുൾ നെയിം എന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ ലൈബ്രറി നെറ്റ്വർക്ക് സെന്റർ. ഓക്കെ, ഓട്ടോണോമസ് ആൻഡ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ കണക്ടിങ് യൂണിവേഴ്സിറ്റി ലൈബ്രറീസ്. ഓൾസോ ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് സെവറൽ അതർ പ്രോഗ്രാംസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് എല്ലാ UGC കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ബാക്കി യൂണിവേഴ്സിറ്റികൾ, അവരുടെയൊക്കെ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ്, ലൈബ്രറി നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണത്. ഓക്കെ, അപ്പോൾ അതിൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എല്ലാവരും ലൈബ്രറീസ് നെറ്റ്വർക്ക് വഴി ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സെറ്റപ്പ് ഫോർ ദ ബുക്സ് സ്റ്റഡീസ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അബണ്ടന്റ് ഓഫ് ബുക്സ്, പലതരത്തിലുള്ള സംഗതികൾ അവൈലബിൾ ആയിരിക്കും. സോ ഒന്നും കൂടി ഈസി റിസർച്ച് ലേണിംഗ് ഒക്കെ സ്റ്റുഡൻസിന് സാധ്യമാകും. സോ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇൻഫ്ലിപ്നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ MOOCനെ സപ്പോർട്ട് ചെയ്യാനുള്ള സംഗതികളാണ്, പ്രോഗ്രാംസ് ആണ് ഇതൊക്കെ. എർനെറ്റ്, എഡ്യൂസാറ്റ്, കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫ്ലിപ്നെറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. ദെൻ അത് കഴിഞ്ഞ് ഒരു MOOC പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻസ് അതിനായിട്ട് മുന്നോട്ട് വന്നിരുന്നു ഇന്ത്യയിൽ. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമുക്ക് പഠിക്കാം. സോ നമ്മൾ ഇൻഫ്ലിപ്നെറ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഇത്തരം സംഗതികളിനൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. EPG പത്ശാല എന്നാണ് അതിന്റെ പേര്. EPG പത്ശാല. അതൊരു PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു റാപ്പപ്പ് കോഴ്സ് പോലെ ഒരു PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇൻഫ്ലിപ്നെറ്റിന്റെയും സഹായത്തോട് കൂടിയിട്ട്, അതായത് നമ്മൾ നേരത്തെ ഇൻഫ്ലിപ്നെറ്റിന്റെ കാര്യം പറഞ്ഞു, ഒരു ലൈബ്രറി നെറ്റ്വർക്ക് ഓൾ ഓവർ ഇന്ത്യയിലത്തെ യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, UGCയുടെ അണ്ടറിൽ നടക്കുന്ന ഒരു കാര്യമാണ്. സോ അതുവഴി കുട്ടികൾക്ക് PG, അതായത് ഒരു ഗ്രാജുവേറ്റ് ലിറ്ററസി കോഴ്സ് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് PGക്ക് അങ്ങനെ അസിസ്റ്റന്റ് കോഴ്സ് പോലെ ഒരു ടൈപ്പ് ആയിട്ട് വരികയാണെങ്കിൽ, അതിൻ്റെ ഒപ്പം പഠിക്കാവുന്ന ഒരു കോഴ്സ് വരികയാണെങ്കിൽ അതിന് നമ്മൾ ഗേറ്റ് വേ കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേറ്റ് ലിറ്ററസി എന്നാണ് അതിൻ്റെ പറയുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാജുവേറ്റ് ലിറ്ററസി പോലത്തെ ഒരു കോഴ്സ് അവർക്ക് വന്നിരുന്നു. അതിൻ്റെ ഒരു പേര് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് അവരുടെ പേര് EPG പത്ശാല എന്നായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരു സംഗതി വെച്ചാൽ ഒരു ഓൺലൈൻ ഒരു MOOCയുടെക്കാളും അത്രയധികം ഒരു കണ്ടന്റ് അല്ലെങ്കിൽ നോളജ് റെപ്പോസിറ്ററി ഒക്കെ ആയിട്ട് അത് മാറി. വളരെ ഹെൽപ്ഫുൾ ആയിട്ട് അത് മാറി. PG ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു റിസോഴ്സ് ആയിട്ട് അത് മാറി, അല്ലെങ്കിൽ ഒരു നല്ലൊരു സക്സസ് ആകുന്ന രീതിയിൽ അതായി എന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കൊടുത്തിരിക്കുന്നില്ല, അത് സത്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, ദെൻ ഇനി ഇന്ത്യയിൽ ഇപ്പോൾ ആരൊക്കെയാണ് അങ്ങനത്തെ കറന്റ്ലി റണ്ണിങ് MOOC പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ MOOC പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് NPTEL നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. നാഷണൽ പ്രോഗ്രാം ഓൺ എൻഹാൻസ്ഡ് ടെക്നോളജി ലേണിംഗ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഒരു പേര് അല്ലെങ്കിൽ ഇതിന്റെ ഫുൾ നെയിമെങ്കിലും പഠിച്ചു വെക്കുക. ബിക്കോസ് ഇതെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കണം. ഒരു 5-4 ഒക്കെയാണ് ഇതിലുള്ളൂ. അപ്പോൾ ആ 4 നമുക്ക് സുഖമായിട്ട് പഠിക്കാം. കാരണം MOOCകൾ ഇന്ത്യയിൽ അതൊരു പ്രാരംഭ ദിശയിലാണെന്ന് പറയേണ്ടി വരും. അത്ര ബൾക്ക് ഓഫ് പ്രോഗ്രാംസ് ഒന്നും ആയി വരണേ ഉള്ളൂ ഇപ്പോൾ. ബിക്കോസ് ഇപ്പോൾ അതിൻ്റെ നല്ലൊരു ബൂം ടൈമാണ്. ഇനി ആയി വരും, ചാൻസുകളുണ്ട്. ഇങ്ങനത്തെ ഒരു ലോക്ക്ഡൗൺ, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ ഇപ്പോഴാണല്ലോ നമ്മുടെ വിക്ടേഴ്സ് ചാനൽ, നമ്മൾ നേരത്തെ പറഞ്ഞു CEC പോലത്തെ സംഗതി വിക്ടേഴ്സ് ചാനലിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആയി തുടങ്ങി. സോ ഇനി അത് വരും. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിലുണ്ടായിരുന്നതാണ്. അതായത് 2003 MHRT
MHRDയുടെ കീഴിൽ ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സംഗതി. MHRD ആണ് അതിന് ഫണ്ട് ചെയ്തിട്ടുള്ളത്. 2003 സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിലെ 7 IIT പിന്നെ IISc, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IIT-കളും IIS-ഉം കൂടിയിട്ട് IIS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്, IISc. അപ്പോൾ അവരും കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഓൺലൈൻ കോഴ്സുകൾ, പലതരത്തിലുള്ള ഓൺലൈൻ കോഴ്സുകൾ അതിലുണ്ട്. അതായത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓഷ്യൻ എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, ഹ്യൂമാനിറ്റീസ്, മ്യൂസിക്, ഇത്തരം സംഗതികളിലൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ അതിലുണ്ട്. ഫ്രീ കോഴ്സാണ്. സർട്ടിഫിക്കറ്റ് മാത്രമുള്ളൊരു നോമിനൽ ഫീ മാത്രം അവർ മേടിക്കുന്നുള്ളൂ. ആർക്ക് വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും മുകളിൽ നിന്നുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. ഒരു പക്ക MOC ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതിലിപ്പോൾ 1200 കോഴ്സുകളുണ്ട്. 600 എണ്ണം കൂടി ഇനി ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഒരു 2020 ഉള്ളിൽ 600 എണ്ണം കൂടി ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 1800 കോഴ്സസ് ഇപ്പോൾ ആയിട്ടുണ്ടായിരിക്കും ഏകദേശം. ഈ പറയുന്ന പോലെ ഒരു വൈഡ് ആയിട്ടുള്ള MOC ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് MHRD അല്ലെങ്കിൽ IIT-കൾ ആൻഡ് IAS. അപ്പോൾ നിങ്ങൾ NPTEL-നെ പറ്റി എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. NPTEL എന്ന് വെച്ചാൽ നാഷണൽ പ്രോഗ്രാം ഫോർ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് എന്നുള്ള അതിൻ്റെ ഫുൾ ഫോം എഴുതുക. ആരാണ് ഇനി ഇനിഷ്യേറ്റീവ് എടുത്തത്? അപ്പോൾ ആദ്യം അതൊരു പേര് എഴുതിയിട്ട് ഒരു പോയിന്റ് ഇട്ടിട്ട് ഇതിൻ്റെ ഫുൾ ഫോം എഴുതുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതുക 7 IITs ആൻഡ് IISc, അതായത് ഇന്ത്യയിലത്തെ 7 IIT-കളും IISc-കളും ഒരു ജോയിന്റ് വെഞ്ചർ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് NPTEL എന്ന് എഴുതുക. ദെൻ അതിലുള്ള കോഴ്സസ് ഓഫേർഡ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുക. കോഴ്സസ് ഓഫേർഡ് ഏതൊക്കെയാണ്? ഈ പറയുന്ന പോലെ ഞാൻ വൺസ് മോർ പറയാം: കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓഷ്യൻ എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, ഹ്യൂമാനിറ്റീസ്, മ്യൂസിക്, എക്സെട്ര. പിന്നെയുണ്ട് കുറെ, അതൊക്കെ എഴുതുക. അപ്പോൾ അത് ഒരു നെക്സ്റ്റ് പോയിന്റ്, ഐ തിങ്ക് 4ാമത്തെ 5ാമത്തെ പോയിന്റ്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിവൺ ഫ്രം എനിവേർ, എനിബഡി ഫ്രം എനിവേർ, ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യാം. അതടുത്ത പോയിന്റ്. ദെൻ അതൊരു ഫ്രീ കോഴ്സാണ്. ഇറ്റ് ഹാവ് ഓൺലി എ നോമിനൽ ഫീ ഫോർ സർട്ടിഫിക്കേഷൻ മാത്രമായിട്ട് ചെറിയൊരു ഫീ മേടിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. ആ കാര്യം എഴുതാം. പിന്നെ കറന്റ്ലി അത് ഒരു 1200 ഓർ 1800 എഴുതിപ്പായിരുന്നു. 2020 600 എണ്ണം കൂടി ചേർത്ത് 1800 ആവുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഒരു 1800 കോഴ്സസ് കറന്റ്ലി അതിൽ റണ്ണിങ് ആണ്, ഇപ്പോൾ അതിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. ദെൻ ഈ പറയുന്ന ലെക്ചേഴ്സ്, അസൈൻമെന്റ്സ്, ടെക്സ്റ്റ്, അങ്ങനത്തെ സംഗതികളൊക്കെ അവരതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് NPTEL എന്ന് പറയുന്ന ആ ഒരു MOC-യുടെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്താണ് MOOKIT, MOOKIT. മൂക്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ IIT കാൺപൂർ അവർ തുടങ്ങിയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. സോ 2003 നമ്മുടെ NPTEL എന്ന് പറയുന്ന ആ ഒരു IIT-കളും IAS-ഉം ചേർന്ന് തുടങ്ങിയിട്ടുള്ള 1800 ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന NPTEL-ന് ശേഷം, അത് 2003 വന്നതെന്ന് പറഞ്ഞു. 2014 IIT കാൺപൂർ IIT സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ MOC ആണ് നമ്മുടെ MOOKIT എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, MOOKIT-ന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ ഏരിയാസിലുള്ള സ്റ്റുഡൻസിന്റെ ആ ഒരു പഠനം അത് ബേസ് ചെയ്തിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ എൻഡ് ഫീച്ചർ, ഹൈ എൻഡ് സ്മാർട്ട് ഫോൺ വേണമെന്ന്, സ്മാർട്ട് ഫോൺ വേണമെന്ന് നിർബന്ധമില്ല, ഒരു ബേസിക് ഫോൺ ആണെങ്കിൽ കൂടി അവരുടെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, നമുക്ക് അത്ര എഴുതിയാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ എഴുതാം IIT കാൺപൂർ തുടങ്ങിയതാണ് MOOKIT എന്നുള്ളൊരു സംഗതി എഴുതാം. ഒരു ഓപ്പൺ സോഴ്സ് ടെക്നോളജിയാണ് അതിൽ യൂസ് ചെയ്യുന്ന. ഓപ്പൺ സോഴ്സ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കോപ്പിറൈറ്റ് അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് എല്ലാവർക്കും ആക്സസബിൾ ആക്കാനാണ് ഈ ഓപ്പൺ സോഴ്സ് എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇറ്റ് ഹാവ് മൈക്രോ ടു മാസീവ് ടൈപ്പ് ഓഫ് ഓൺലൈൻ കോഴ്സസ്. ചെറിയ കോഴ്സുകൾ, ചെറിയ ആളുകളുടെ കോഴ്സുകളോട്ട് മാസീവ്, വലിയ രീതിയിലുള്ള അത്ര അധികം ആളുകൾ വരുന്ന തരത്തിൽ ലിമിറ്റേഷൻസ് ഉള്ള കോഴ്സുകൾ, വലിയ ലിമിറ്റുള്ള കോഴ്സുകൾ അവർ ചെയ്യുന്നു. ദെൻ ഇപ്പോൾ അതിലുള്ളത് 15 കോഴ്സുകളുണ്ട്. ഏകദേശം 1 lakh രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ഉണ്ട്. മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് എഴുതാം. ദെൻ ഈ പറയുന്ന പോലെ സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ വേണമെന്നൊന്നുമില്ല, ഒരു ബേസിക് ഫോൺ ആയാൽ കൂടി അവർക്ക് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. സംതിങ് മേ ബി
ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഐ തിങ്ക് ഫോൺ കോളുകളായിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, പലതരത്തിലായിരിക്കാം. ഇനിയിപ്പോൾ അതെങ്ങനെയായിരിക്കണം എന്ന് അറിയണവർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. IIT കാൺപൂർ അല്ലെങ്കിൽ മൂക്കിറ്റ് ഓൺലൈൻ കോഴ്സസ് ഹൗ ഇറ്റ് ഹാപ്പൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഹൗ ഇറ്റ് വർക്കിംഗ് എന്നുള്ളത് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അടിച്ചു നോക്കി കാണാൻ സാധിക്കും. താല്പര്യമുള്ളവർ കിട്ടാം, ഇതിനെ പറ്റി അറിയണം എന്നുള്ളവർ ചെയ്ത് നോക്കി നോക്കുക. ദെൻ റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യം അത് എഴുതുക. ബേസിക് ഫോൺ പറ്റും എന്നുള്ള കാര്യം അത് എഴുതുക. അപ്പോൾ തന്നെ നമുക്കൊരു ഐ തിങ്ക് 4 or 5 പോയിന്റ്സ് ആയി. പിന്നെന്ന് വെച്ചാൽ ഇതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇതിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓൾസോ അലൗസ് ദ ലേണർ ടു വ്യൂ ദയർ കോഴ്സ് ആക്ടിവിറ്റീസ്. ലേണേഴ്സിന് സ്വയം അവരുടെ കോഴ്സ് ആക്ടിവിറ്റീസ് പരിശോധിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ഞാനൊരു ഓൺലൈൻ MOOCക്ക് ചേർന്നിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പഠിക്കുന്നവർക്ക്, അതിൽ ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്വയം പരിശോധിക്കാൻ പറ്റും. ഓക്കെ, നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അത് മറ്റ് അധികം MOOCകളിൽ ഇല്ലാത്ത ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു 5-6 പോയിന്റ്സ് ആയി. അപ്പോൾ അത് മൂക്കിറ്റിനെ പറ്റിയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ അത് കഴിഞ്ഞ് അടുത്ത ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് IIT ബോംബെ എക്സ്. IIT ബോംബെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിന്റെ പേര് അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത്. അത് IIT കാൺപൂർ ചെയ്ത് ഇങ്ങനത്തെ ഒരു മൂക്കിറ്റ് ചെയ്തപ്പോൾ ഏകദേശം അതേ വർഷം തന്നെ നമ്മുടെ IIT ബോംബെ എക്സ് ചെയ്തതാണ്. 2014 തന്നെ ചെയ്തതാണ്. ഒരു നോൺ പ്രോഫിറ്റ് MOOC പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ IIT ബോംബെ എക്സ് ഡെവലപ്ഡ് ബൈ IIT ബോംബെ ഇൻ 2014. പിന്നെ എന്താ ഇതിൽ എഴുതേണ്ടത്? ഇറ്റ് ഈസ് എ നോൺ പ്രോഫിറ്റ് MOOC പ്ലാറ്റ്ഫോം. ഒരു നോൺ പ്രോഫിറ്റ് MOOC പ്ലാറ്റ്ഫോമാണിത്. ദെൻ യൂസ്ഡ് ബൈ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ഓപ്പൺ എഡക്സ് എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമിലാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഫണ്ടിങ് ഫ്രം നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, NMEICT, അതാണ് നാഷണൽ മിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് MHRD, നമ്മൾ നേരത്തെ പറഞ്ഞു, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. അപ്പോൾ MHRDയും ഈ NMEICTയും കൂടിയിട്ടാണ് ഇതിനുള്ളൊരു ഫണ്ടിങ് നടത്തിയത്. അപ്പൊ ഇപ്പൊ അതിലുള്ളത് ഒരു 63 കോഴ്സസ് ഉണ്ട്. പല രീതിയിലുള്ള ഒരു 63 കോഴ്സസ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. IIT അതിൽ മാർക്ക് ചെയ്യാനാണെങ്കിൽ എല്ലാം മാർക്ക് ചെയ്യേണ്ടതാണ്. ബിക്കോസ് IIT ബോംബെ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർ തുടങ്ങിയിട്ടുള്ളതാണ് IIT ബോംബെ എക്സ്. 2014 ഫണ്ടിങ് നടത്തിയത് MHRD, അതേപോലെ നമ്മുടെ ഐ തിങ്ക് NMEICT അവരാണ് അതിന് ഫണ്ടിങ് നടത്തിയത്. ഓപ്പൺ സോഴ്സ് ആണ്, നോൺ പ്രോഫിറ്റബിൾ ആണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ എഴുതണം കേട്ടോ. പോയിന്റ് ഔട്ട് ചെയ്ത് ജസ്റ്റ് ഒരു പോയിന്റ് എഴുതുക, ഒരു ലൈൻ എഴുതുക, പിന്നെ അതിൻ്റെ ഇടയിൽ പോയിന്റ് എഴുതുക, ലൈൻ എഴുതുക, അങ്ങനെ എഴുതി പോവുക. അപ്പോൾ കാണുന്നവർക്ക് എന്താ എല്ലാ പോയിന്റ്